ഫുട്ബോൾ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തി മലപ്പുറത്തെ ആരാധകർ. ഫ്ലക്സിന്റെ വലുപ്പത്തിൽ പോലും ഏറ്റുമുട്ടുകയാണ് ആരാധകർ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു പലയിടങ്ങളിൽ പല വലിപ്പത്തിൽ പല നീളത്തിൽ ഫ്ലക്സ്. മലപ്പുറം എടക്കര മുണ്ടയിൽ ബ്രസീൽ ആരാധകർ ഉയർത്തിയിരിക്കുന്ന ഭീമൻ ഫ്ലക്സ് ബോർഡിന്റെ നീളം എത്രയാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. 400 അടി. ഫ്ലക്സിന്റെ വലിപ്പത്തിൽ ബ്രസീൽ ആരാധകരെ വെല്ലുവിളിച്ചുകൊണ്ട് അർജന്റീനയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലക്സ് എന്ന അവകാശവാദത്തോടെ 600 അടി നീളത്തിൽ അതുക്കും മേലെ മുണ്ടയിൽ അർജന്റീനയുടെ ഫ്ലക്സ് വരുന്നു. മുണ്ടയിലേക്ക് നമുക്ക് പോകാം. അഷ്കർ അലി കരിമ്പ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഫുട്ബോൾ ആവേശം ആല തള്ളുകയാണ്. ലോകകപ്പ് പന്തുരുളാൻ ഇനിയും മണിക്കൂറുകളും ദിവസങ്ങളും ബാക്കിയുണ്ടെങ്കിലും മലപ്പുറത്ത് അതിൻ്റെ ആവേശമൊക്കെ തന്നെ പാരമ്യതയിലെത്തി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ആവേശം കാണണമെങ്കിൽ നിലമ്പൂർ മുണ്ടയിലേക്ക് എത്തണം. ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ മുണ്ടയിലെ ഒരു ഫ്ലെക്സ് യുദ്ധം നടക്കുന്ന സ്ഥലത്താണെന്ന് പറയേണ്ടി വരും. എൻ്റെ പിന്നിൽ അർജന്റീന ഒരു ഫ്ലെക്സ് ആണ് കാണുന്നത്. ഇത് മണിക്കൂറുകളെടുത്ത് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത്. ആ ഒരു ഭാഗം കാണുമ്പോൾ തന്നെ അതിൻ്റെ നീളം കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇനിയും എത്രയോ ദൂരം ബാക്കിയുണ്ട്. കാരണം 600 അടി ഫ്ലെക്സാണ് ഇവിടെ മലപ്പുറത്ത് നിലമ്പൂരിൽ മുണ്ടയിൽ സ്ഥാപിക്കാൻ പോകുന്നത്. ഇതൊരു വെല്ലുവിളി കൂടിയാണ്. കാരണം നേരത്തെ ഇവിടെ നിലമ്പൂർ മുണ്ടയിൽ തന്നെ ബ്രസീല് 400 അടി ഫ്ലെക്സ് സ്ഥാപിച്ചിരുന്നു. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ അർജന്റീന 600 അടിക്ക് മുകളിൽ വലിയൊരു ഫ്ലെക്സ് ഇവിടെ വെച്ചിരിക്കുന്നത്. ലോക റെക്കോർഡാണ് ഇപ്പോൾ നമ്മളിവിടെ തൂക്കിയിട്ടുള്ളത്. 600 ഫീറ്റാണ് ഇപ്പോൾ നമ്മൾ വെച്ചത്. ബ്രസീൽ 400 വെച്ചപ്പോൾ 600. അതെ 600 ആക്കി. മുണ്ടയിലെ യുവാക്കൾ എന്നും വ്യത്യസ്തത കൊണ്ടുവരുന്ന ആളുകളാണ്. കഴിഞ്ഞ വർഷം 65 അടി അല്ലേ ജെൻസിലെ 68 അടി കട്ടൗട്ട് വെച്ചപ്പോൾ ഇപ്രാവശ്യം ബ്രസീൽ ആരാധകർ അവിടെ 400 അടി വെച്ചു. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 600 അടി. ഇനി അവർ 400ന്റെ മുകളിൽ കടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 600ന്റെ മുകളിൽ കടന്നു കഴിഞ്ഞാൽ അതിന് മുകളിൽ വെക്കുന്നതാണ് വിട്ടുകൊടുക്കൂല. മുണ്ടയിൽ അർജന്റീന ഫാൻസ് അത്ര ശക്തമാണ്. അർജന്റീനയായാലും ബ്രസീലായാലും ശരി, മുണ്ടയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിന് പലതും കാണിക്കും. അല്ല, അപ്പൊ ഇത് ബ്രസീലിനും ഫ്ലെക്സ് വലിപ്പം കൂട്ടി. ബ്രസീൽ വലിപ്പം കൂട്ടിയാൽ ഇത് അർജന്റീന ഒരു മ്യൂസിയം ആക്കി ഞങ്ങൾ മാറ്റിയിരിക്കും. ചുരം വരെ ചിലപ്പോൾ ഫ്ലക്സ് ഈ ഫ്ലക്സ് വെച്ചിന്റെ പൈസ പോകൂല. കപ്പല്ലേ നമ്മൾ കൊണ്ടുവരുന്നത്. ഉറപ്പ്. അർജന്റീന എന്തായാലും കപ്പ് തൂക്കിയിരിക്കും. ഇതന്നെ ബ്രസീലാരോ കപ്പടിക്കുവോ? ഞങ്ങൾ ഒറിജിനൽ ബ്രസീലാരാ. കപ്പ് ഞങ്ങളാണ് കൂടുതലും കൊണ്ടുപോയത്. ഇനി ഞങ്ങളുടെ കിട്ടിയാൽക്ക് കൊണ്ടുപോവാം. ഇപ്രാവശ്യം കിട്ടും. ഞങ്ങൾക്ക് കിട്ടും. അവരുടെ കയ്യിലാണ്. അവിടെ ഞങ്ങൾ വാങ്ങും. ഒരിക്കൽ ഫുട്ബോൾ വന്നിട്ട് ഇപ്പോൾ ഒരു കപ്പ് തൂക്കിക്കണോ? തൂക്കാൻ കഴിയൂല. അവരെ കൊണ്ട് കഴിയൂല. ഈ കപ്പ് ബ്രസീൽ കൊണ്ടുപോകും. എഴുതി വെച്ചോ. അന്നോടനെയാണ് എഴുതി വെച്ചോ. ഇതാണ് ഇവിടുത്തെ ആവേശം എന്ന് പറയുന്നത്. ലോകകപ്പിന് പന്തുരുളാൻ അമേരിക്കയിലും മെക്സിക്കയിലും കാനഡയിലും ഒക്കെ തന്നെ രാപ്പകലും ശേഷിക്കുന്നുണ്ടെങ്കിലും മലപ്പുറത്ത് പക്ഷേ അതിന്റെ ആവേശം അതിന്റെ പാരമേൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ കാത്തിരിപ്പിന് സമയമില്ല. ഇനി കളിക്കളത്തിലേക്ക് താരരാജാക്കന്മാർ ഇറങ്ങുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ആവേശം ഉണ്ടാകുന്നത് ഒരു സംശയം വേണ്ട മലപ്പുറത്തായിരിക്കും. മലപ്പുറത്ത് തന്നെ ഏറ്റവും വലിയ ശബ്ദമായി നിലമ്പൂരും മുണ്ടയും ഉണ്ടാകുമെന്നാണ് ഈ മത്സരം തെളിയിക്കുന്നത്. കാരണം അത്ര ഒരു ആവേശത്തിലേക്കാണ് ഇവിടെ ഉയരുന്ന ഓരോ ഫ്ലെക്സുകളും കട്ടൗട്ടുകളും. അതിന്റെ ആവേശത്തിന്റെ മണിക്കൂറുകളും ദിവസങ്ങളുമാണ് ഇനി ലോകകപ്പിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നസീം പാണ്ടിക്കാടിനൊപ്പം അഷ്കർ അലി കരിമ്പ, ബിഗ് ടിവി ജേർണലിസ്റ്റ്, മലപ്പുറം.